കൃഷ്ണേന്ദു ഇന്നലെ സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്ത് ഒരു മിന്നൽ പരിശോധന നടന്നു. നമ്മുടെ സ്വന്തം മന്ത്രി, കായിക മന്ത്രി OJ ജനീഷിന്റെ നേതൃത്വത്തിൽ മന്ത്രി നേരിട്ട് തന്നെയായിരുന്നു ഒരു മിന്നൽ പരിശോധന നടത്താൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ കണ്ട കാഴ്ച അത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു. എനിക്ക് ജ്യോതികത് കേട്ടപ്പോൾ തന്നെ ആദ്യം ഓർമ്മ വന്നത് തമിഴ്നാട്ടിലൊരു വിഷയമാണ്. തമിഴ്നാട്ടിൽ വിജയുടെ TVK നേതൃത്വത്തിലുള്ള പാർട്ടി ഇപ്പോൾ അധികാരത്തിലേറ്റല്ലോ. അപ്പോൾ അതില് അവര് പ്രധാനമായിട്ടും അവിടുത്തെ ജനങ്ങളൊക്കെ കൂടെ ഒരു അമ്പലം സംബന്ധിച്ച് അവിടെ വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നുണ്ട്, അമ്പലത്തിൽ പ്രവേശനത്തിന് പൈസ വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയിച്ചു വരികയാണെങ്കിൽ അതിന് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പം ദേവസ്വം മന്ത്രിയായി അവിടുത്തെ തമിഴ്നാട്ടിലെ ദേവസ്വം മന്ത്രിയായി ആരും അറിയാതെ ഒരു മുഖമൊക്കെ മറച്ചുകൊണ്ട് മാസ്ക് ഒക്കെ ഇട്ട് ആരും അറിയാതെ അമ്പലത്തിലേക്ക് പ്രവേശിച്ച്, അപ്പോൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഉള്ളവർക്ക് മനസ്സിലാവുന്നില്ല, പൂജാരിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് മന്ത്രിയാണ് നിൽക്കുന്നത്. ആ മന്ത്രിയാണെന്ന് അറിയാതെ പൈസ ചോദിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തക്കതായിട്ടുള്ള ശിക്ഷ അപ്പൊ തന്നെ അവിടുത്തെ ദേവസ്വം മന്ത്രി എടുക്കുന്ന. പക്ഷെ കൃഷ്ണേന്ദു ഇത് നേരെ തിരിച്ചാണ്. അവിടെ പോകുമ്പോ അവിടെ ആരുമില്ല. അതില് OJ ജനീഷ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അവിടെ ചെന്നപ്പോ പഞ്ചിങ് ഒന്നും കൃത്യമായിട്ട് കോവിഡിന് ശേഷം നടക്കുന്നു. കോവിഡിന് മുൻപേ അവിടെ പഞ്ചിങ് സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നീട് അത് തകരാറിലാവുകയും അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടുന്ന ഒരു പരിപാടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ ഒരു മിന്നൽ പരിശോധന നടത്തുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥരെ ഒന്നും കാണാനില്ല. എന്താണെങ്കിലും ഈ OJ ജനീഷിന്റെ ഒരു പ്രവർത്തനം മാതൃകാപരമാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു മന്ത്രി മുന്നിട്ടാണ് സ്വന്തം വകുപ്പിലെ ഓരോ കാര്യങ്ങൾ. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരെ വിട്ട് അവിടെ കാര്യങ്ങൾ നോക്കാമായിരുന്നു. മുൻ കായിക മന്ത്രി എത്രത്തോളം അത് ശ്രദ്ധിച്ചു എന്നുള്ളത് വളരെ ചോദ്യം ഉന്നയിക്കേണ്ട കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഒരു കായിക മന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയായിരുന്നു. കാരണം അവിടെ OJ ജനീഷ് പോയപ്പോ വളരെ മോശമായ ഒരു അവസ്ഥയാണ് കാണാനുണ്ടായിരുന്നത്. കായിക ഉപകരണങ്ങളൊക്കെ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ. ഇവിടെ നമ്മുടെ കായിക താരങ്ങൾക്ക് ജേഴ്സി അടക്കം ലഭിക്കാനുള്ള ഫണ്ട് ഇല്ലാന്നൊക്കെ ആയിരുന്നു കഴിഞ്ഞ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സ്ഥാനത്താണ് വാങ്ങിയ ഉപകരണങ്ങൾ തന്നെ പൊടി പിടിച്ചൊരു മൂലക്ക് കിടക്കുക. എങ്ങനെയാണ് നമ്മളെ വിദ്യാർത്ഥികള് അല്ലെങ്കിൽ നമ്മൾ വരും തലമുറ ഒരു കായിക രംഗത്ത് ഇത്തരത്തിലൊരു മുന്നോട്ട് പോയ എങ്ങനെ മുന്നോട്ട് പോകും? പൊതുവെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കായിക മേഖലയും ബന്ധപ്പെട്ട്. അതായത് തങ്ങൾ സ്പോർട്സിൽ അഭിരുചിയുള്ളവരാണെങ്കിൽ കാര്യമില്ല, പോയിട്ട് അങ്ങോട്ട് കാര്യമില്ല എന്ന രീതിയിൽ പറയുന്ന ഒരു പൊതു അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഓരോ സ്കൂളുകളിലും എത്രത്തോളം കായിക വിഷയങ്ങൾക്ക് മുൻഗണന നൽകുന്നു. എപ്പോഴും പറയുന്ന ട്രോൾ എന്നൊരു സംഭവമാണ്. കണക്ക് ടീച്ചർ PT പീരീഡ് ചോദിച്ചു. അതിനെതിരെയൊക്കെ ഇപ്പൊ ഒരുപാട് OJ ജനീഷ് മുന്നോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. PT പീരീഡിൽ കൃത്യമായി കുട്ടികൾക്ക് ഉപകരണങ്ങൾ കൊടുക്കുകയും ആ ഒരു പീരീഡ് വിനിയോഗിക്കുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ സംസ്ഥാനത്തെ കായിക പ്രേമികൾക്കും കായിക താരങ്ങൾക്കും ഒക്കെ വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു ആശ്വാസം തന്നെയായിരിക്കും ഈ OJ ജനീഷ്. അതുപോലെ തന്നെ അദ്ദേഹം കായിക താരങ്ങൾക്കൊരു 1.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതില് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൗൺസിൽ നൽകാനുള്ള പാരിതോഷിക കുടിശ്ശിക അനുവദിക്കുന്ന ഒരു നില കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയ മാറ്റം തന്നെ തുടങ്ങി. കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ള ഒപ്പം തന്നെ കായിക മേഖലയെ അടിമുടി മാറ്റിക്കൊണ്ട് കായിക താരങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് OJ ജനീഷ് ചെയ്യുന്നത്. മാതൃകാപരമാണെന്ന് നമുക്ക് പറഞ്ഞു വെക്കാനായിട്ട് സാധിക്കും അല്ലേ? കൂടാതെ കൃഷ്ണേന്ദു, ഇതിവിടെ മന്ത്രി അവിടെ എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നേരത്തെ ഉദ്യോഗസ്ഥരൊന്നും ഇല്ല എന്ന്. കൂടാതെ പിന്നീട് അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ചു വരുത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് പിന്നെ പറഞ്ഞാൽ ഭയങ്കര പൊതുവെ ഈ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഇത്തരത്തിൽ പഞ്ചിങ് ഒന്നും കൃത്യമായി നടത്താതെ, ഇപ്പൊ ഒരിടയ്ക്കൊരു വാർത്തയുണ്ടായിരുന്നു ബസ്സിലിരുന്നു കൊണ്ട് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ. അപ്പോ ഇതിലൊക്കെ ഒരു നിയമ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ അവരൊക്കെ വളരെ ഒട്ടും കാര്യക്ഷമമില്ലാതെ അലംഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നിലയുണ്ടാവും. അപ്പോൾ മന്ത്രി OJ ജനീഷ് ഇത് നേരിട്ട് ചെന്നുകൊണ്ട് ആരോടും മുൻകൂട്ടി ഒന്നും പറയാതെ, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം, മുൻകൂട്ടി പറയാതെ തന്നെ ഇത്തരത്തിലൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത് മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ ഇത്തരം ഉദ്യോഗസ്ഥർ വന്ന് അവിടുത്തെ രേഖകൾ പരിശോധിക്കുമ്പോൾ അവിടെ പണത്തിന്റെ അഴിമതി കൂടി നടന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വാങ്ങിയ അല്ലെങ്കിൽ ഉപകരണത്തിന്റെയോ മറ്റൊക്കെ കാര്യങ്ങളായി
ഉണ്ടായിരിക്കും. അതിലും ഒരു അഴിമതി നടന്നിട്ടുള്ളതായി പുറത്തു വന്നിരിക്കുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അഴിമതി ഇപ്പൊ പുറത്ത് കണ്ടുവരുന്നുണ്ടല്ലേ. അതെ, ഇതില് GV രാജ അവാർഡ് നിർണയത്തിൽ അന്വേഷണം വേണമെന്ന് അതിൽ ഉത്തരവിട്ടിരിക്കുകയാണ് മന്ത്രി ചെയ്തിരിക്കുന്നത്. അതില് 2022 മുതൽ 2024-25 വർഷങ്ങളിലെ കോളേജ് വിഭാഗം അവാർഡ് നിർണയത്തിനെതിരെ കായിക അധ്യാപകർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 25 വർഷം വരെയുള്ള ആ വർഷത്തെ വരെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് അത് OJ ജനീഷിനെ സംബന്ധിച്ചിടത്തോളം മുൻ മന്ത്രി ചെയ്യേണ്ട പ്രവർത്തനമാണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒന്ന് തലയൂരാം. പക്ഷെ അതിലൊന്നും നിൽക്കാതെ അതിലെത്രയും വേഗം തീർപ്പാക്കണം എന്നൊരു ഉത്തരവിടുക ഒരു സാഹചര്യം കൂടി ഉണ്ടായി. തീർച്ചയായും. അപ്പോൾ OJ ജനീഷ് തനിക്ക് തന്ന നേതൃത്വം അല്ലെങ്കിൽ തനിക്ക് തന്ന ഉത്തരവാദിത്വം വളരെ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. കൂടാതെ ഇത്തരം അഴിമതികളൊക്കെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതൊക്കെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ജനങ്ങളുടെ പണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായും പുറത്തു വരികയും ഇത്തരം എല്ലാ ഉദ്യോഗസ്ഥരും മന്ത്രിമാരൊക്കെ അവരുടെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ വളരെ നന്നായി ചെയ്യുമ്പോൾ ഒരു ഭരണം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ സാധിക്കും. ജ്യോതിക, കഴിഞ്ഞ നമ്മുടെ കായിക മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അതില് മെസ്സിയെ സംബന്ധിച്ച് OJ ജനീഷ് നടത്തിയ പരാമർശം അറിയാം. അതായത് നമ്മളെ മുൻ മന്ത്രി പറയുകയായിരുന്നു മെസ്സിയെ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാമെന്ന്. അപ്പോ ഒരു വിഭാഗം മെസ്സി ഫാൻസ് അല്ലെങ്കിൽ ഫുട്ബോൾ ഫാൻസിനൊക്കെ അത് വലിയ കാര്യമായിരിക്കും അല്ലെ. നമ്മുടെ മെസ്സിയെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നു, കേരളത്തിൽ വരുന്നു. പക്ഷെ അതിലുപരി അതില് ഒരുപാട് ആരോപണങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. അതെ അതെ, അവസാനം മെസ്സി എത്താതെ പോയി എന്ന് പറയാൻ പറ്റും അല്ലെ. പക്ഷെ അവിടെ ആ മന്ത്രിയുടെ ഇടപെടൽ വളരെ രസമായിരുന്നു. അതായത് ഒരു വലിയൊരു കായിക താരം വരുന്ന ആ ഒരു ചിലവഴിക്കുന്ന തുക എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ മെസ്സിയെ പോലെ അല്ലെങ്കിൽ അതുപോലെ ലോകമറിയുന്ന ഒരു കായിക താരത്തെ എന്തുകൊണ്ട് നമുക്ക് തന്നെ വാർത്തെടുക്കാൻ അതിനുള്ള സഹായങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തു കൊടുത്തൂടാ എന്നാണ് OJ ജനീഷ് മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്, നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനങ്ങളിൽ നിന്ന് നമ്മുടെ തുക എന്തിനും മറ്റൊരു രാജ്യത്തെ ഒരു കായിക താരം വന്നിട്ട് അവർക്കത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് നമ്മുടെ കുട്ടികൾക്കല്ലേ അല്ലേ. അതെ, അതുപോലെ തന്നെ ഈ OJ ജനീഷിന്റെ കാര്യം പറയുമ്പോഴും PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും നന്നായി അന്വേഷണം വേണം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് OJ ജനീഷ്. അപ്പോൾ യുവ മന്ത്രി എന്ന നിലയ്ക്ക് യുവാക്കളിൽ നിന്നുള്ളൊരു മന്ത്രിയാണ്. ആ നിലയ്ക്ക് കായിക രംഗത്തെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിവുള്ള പ്രഗത്ഭനായിട്ടുള്ളൊരു മന്ത്രിയായിട്ട് നമുക്ക് അദ്ദേഹത്തെ തുടങ്ങിയ സമയത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ വിലയിരുത്താനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു വയ്ക്കാം. അതുപോലെ ഈ പാരിതോഷികം ഉൾപ്പെടെ കൊടുക്കുന്നത് നമ്മുടെ കായിക താരങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പലരും സ്വന്തം ചിലവിൽ ഏതെങ്കിലും മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കണമെങ്കിൽ സ്വന്തം ചിലവിൽ തന്നെ പോകേണ്ട, ഒരുപക്ഷെ നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിച്ചായിരിക്കാം, രാജ്യത്തെ പ്രതിനിധീകരിച്ചായിരിക്കാം, പക്ഷെ ആർക്കൊന്നും കൃത്യമായ ഒരു പൈസയും ഒന്നും ലഭിക്കാതെ സ്വന്തം ചിലവിൽ സ്വന്തം താല്പര്യത്തിന്റെ പേരിലൊക്കെ മുന്നിട്ടിറങ്ങുന്ന ഒരുപാട് കായിക താരങ്ങളുണ്ട്. അവർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം OJ ജനീഷ് ഒരു മാതൃകയായിട്ടുള്ള ഒരു സ്പോർട്സ് മന്ത്രിയാണ് എന്ന് പറയാം. എന്തായാലും OJ ജനീഷ് നമ്മുടെ കായിക മന്ത്രിയുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ലതാണ്. ഇതുപോലെ ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ ചലിപ്പിച്ച് മന്ത്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കൂടാതെ കൂടുതൽ അഴിമതികളോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരട്ടെ. എല്ലാ ഉദ്യോഗസ്ഥരും വളരെ നന്നായി കായിക മേഖലയെ ആകെ ശക്തിപ്പെടുത്താനായി ഒരുമിച്ച് പ്രവർത്തിക്കട്ടെ.